അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു ചെന്ന് ഫയസ്അലുല്ലാഹ അസ്സ വജൽ അല്ലാഹുവിനോട് ചോദിക്കുമത്രേ, അല്ലാഹുവേ എന്നെ സഹായിച്ച ഒരാൾ ഇന്ന് നരകത്തിൽ കിടക്കുകയാണ്, എന്നെ സഹായിച്ച ആൾ ഇന്ന് നരകത്തിലാണ്. ഫശഫ്ഇനി ഫീ, അയാളെ ഒന്ന് സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാൻ അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരട്ടെ റബ്ബേ എന്ന് ഈ സ്വർഗാവകാശി നാളെ അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ നരകക്കാരനെ സ്വർഗത്തിലേക്ക് പോകാൻ ഈ ഒരു സഹായിക്കപ്പെട്ട വ്യക്തി കാരണത്താൽ അല്ലാഹു നാളെ അവസരം നൽകുമെന്നും അങ്ങനെ നേരെ ചെന്ന് ഇദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച് ഈ നരകാവകാശിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തു കൊടുത്ത ഒരു പ്രവർത്തനം ഇൻഷാ അല്ലാഹ് നാളെ ഉഖ്റവിയായ ലോകത്ത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മളൊക്കെ നന്നായി സഹായിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് KMCCയുടെ പ്രവർത്തനങ്ങളൊന്നും നമ്മൾക്ക് മറക്കാൻ കഴിയില്ല. ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടുകാരൊക്കെ അകമഴിഞ്ഞ് സ്വന്തം ശരീരത്തെക്കാളും മറ്റുള്ള ആളുകൾക്ക് പ്രാധാന്യം നൽകി സഹായിക്കുന്ന കാലത്തോളം ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മൾക്ക് ഒരു പ്രയാസവും തരൂല എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് സർവശക്തനായ അല്ലാഹുവിനോട് എല്ലാ നിസ്കാര ശേഷവും, പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാര ശേഷം അല്ലാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഗൾഫിലെ പ്രതിസന്ധി എടുത്തു കളയണേ റബ്ബേ. ഗൾഫില്ലെങ്കിൽ പിന്നെ കേരളത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെക്കാളും സാക്ഷരതയിലും വികസനത്തിലും സംസ്കാര മേഖലകളിലൊക്കെ പ്രോജ്വലിച്ചു നിൽക്കുന്ന നമ്പർ 1 സംസ്ഥാനമാണ് കേരളം. അതിന് ചുക്കാൻ പിടിക്കുന്നത്, അതിന് പ്രധാനപ്പെട്ട കാരണക്കാരായത് ഗൾഫ് രാജ്യങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള വളർച്ചയായിരുന്നു. അവിടെ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന നമ്മുടെ പ്രവർത്തകർ ദീർഘനീരാക്കി അധ്വാനിച്ചതിന്റെ ഒരു ഭാഗം നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതിന്റെ, ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിയതിന്റെ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയതിന്റെ ഭാഗമായി മാഷാ അല്ലാഹ് നമ്മുടെ കേരളം പ്രബുദ്ധ കേരളമായി തല ഉയർത്തി നിൽക്കാൻ നമ്മൾക്ക് സാധിക്കുകയുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ എന്ന ഒരു വാക്കിനേക്കാളും അറബികൾക്കറിയുന്നത് കേരളം എന്ന ഒരു പദമാണ്. കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറബികളുടെ നാവിൽ നിന്ന് നിസ്സംശയം ഒരു സെക്കൻഡ് പോലും പിന്തിരിയാതെ, ഒരു സെക്കൻഡ് പോലും സാവകാശമില്ലാതെ കേരളം എന്നൊരു പദം കേൾക്കുമ്പോൾ അറബികൾ പറയും മിയ. അറബ് ഗൾഫ് രാജ്യത്തിൽ പോയ ആളുകൾക്കറിയാം, ഗൾഫ് രാജ്യത്തിൽ പോയ എല്ലാ ആളുകൾക്കും അറിയാം. കേരളം എന്ന് കേട്ട അറബികൾ പറയും മിയ. അവര് കണ്ടിട്ടുണ്ടോ? ഇല്ല, അവര് കേട്ടതാണ്. ചില ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോ ഒരു സൗദി പൗരനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ കേരളത്തിലാണ് എന്നറിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു മിയ. ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. പിന്നെയോ? വന്ന ആളുകൾ അത് പറഞ്ഞു. അതേപോലെ മദീനയിൽ വെച്ചൊരാൾ പറഞ്ഞു മിയ. കേരളം 100ൽ 100. ഈ ഒരു 100ൽ 100 എന്ന സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ നമ്മുടെ KMCCയുടെ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പ്രധാനപ്പെട്ട അതിലൊരു റോളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഗൾഫിന്റെ ആ ഒരു സാമ്പത്തിക ഭദ്രത നിലനിൽക്കൽ നമ്മുടെ കേരളത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ നാടിന്റെയും നമ്മുടെ വീടിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും അന്തസ്സ് നിലനിൽക്കാൻ ഗൾഫ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾക്ക് എപ്പോഴും ഉൾപ്പെടുത്തണം നമ്മുടെ പ്രവാസികളെ. അല്ലാഹു അവരുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ കുടുംബങ്ങളിൽ, അധ്വാനങ്ങളിൽ, ബിസിനസ്സിൽ, കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. فأما من أعطى, അല്ലാഹു നൽകിയതിനെ നൽകുന്ന ആളുകൾ, അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളെ പിടിച്ചു വെക്കാതെ ദീനിയായ മേഖലകളിലേക്ക് സഹായിക്കുന്ന ആളുകൾ,
അതൊരു പക്ഷേ പള്ളി നിർമ്മിക്കാൻ, അല്ലെങ്കിൽ മദ്രസകൾ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ബൈത്തുർ റഹ്മകൾ നിർമ്മിക്കാൻ, CH സെന്ററിന് വേണ്ടി, ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങൾ ചെലവഴിക്കുന്ന ആളുകൾ, നൽകുന്ന ആളുകൾ, തഖ്വയിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ. തഖ്വയിലൂടെ ജീവിക്കുന്നവരെന്ന് പറയുമ്പോ മഹാന്മാരായ സ്വഹാബാക്കളെ എങ്ങനെയാണ് നമ്മൾക്ക് മറക്കാൻ സാധിക്കുന്നത്? വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അല്ലാഹുവിന്റെ ഹബീബേ, സ്വതക്ക നൽകുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ, സാമ്പത്തിക സഹായം നൽകുമ്പോൾ ഹൃദയം പേടിച്ച് കിടുകിടാ വിറക്കുന്നു എന്ന ഒരു ആയത്തുണ്ടല്ലോ. അത് ആരെക്കുറിച്ചാണെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബൈത്തുർ റഹ്മയ്ക്ക് വേണ്ടി 1 ലക്ഷം നൽകിയ ആളുകളുണ്ട്. കല്ലുകൾ, സിമന്റുകൾ, അധ്വാനം, ഓരോ മേഖലകളിലൂടെ സഹായിച്ച ആളുകളുണ്ട്. നമ്മൾക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം ഒന്ന് വിറച്ചു പോയിട്ടുണ്ടോ, ഒന്ന് പേടിച്ചു പോയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അതിലിപ്പോ എന്തോ ഉസ്താദേ കൊടുക്കുമ്പോ പേടിക്കാൻ എന്താ, സന്തോഷിക്കുകയല്ലേ വേണ്ടത് അല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. ചെലവഴിക്കുന്ന ആളുകൾ, നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, വഖുലൂബുഹും വജില, അവർ പേടിച്ചു വിറക്കുകയാണ്. ഇത് വ്യഭിചാരികളെ കുറിച്ചാണോ അല്ലാഹുവിന്റെ ഹബീബേ ഇത് പറഞ്ഞത്? ജീവിതകാലം മുഴുവനും ഹറാം ചെയ്ത് അവസാന കാലം നന്നാവാൻ വേണ്ടി തന്റെ സമ്പാദ്യങ്ങൾ ദീനിയായ കാര്യങ്ങളിലേക്ക് സഹായിച്ച് തൗബ ചെയ്ത് മടങ്ങുന്ന വ്യഭിചാരിയെ കുറിച്ചാണോ? അല്ല. കള്ളുകുടിയന്മാരെ കുറിച്ചാണോ? അല്ല. പലിശ തിന്നുന്ന ആളുകളെ കുറിച്ചാണോ? അല്ല. തമ്മാടികളെ കുറിച്ചാണോ? അല്ല. പിന്നെ ആരെ കുറിച്ചാണ്? ഇത് നല്ല നിസ്കാരക്കാരായ തഖ്വയുള്ള ആളുകളെ കുറിച്ചിറങ്ങിയ ആയത്താണ്. അല്ലാഹുവിനെ പേടിയുള്ള അടിമകളെ കുറിച്ചിറങ്ങിയ ആയത്താണിത്. എന്തിനാണ് നബിയെ സ്വതക്ക നൽകുമ്പോൾ അവർ പേടിക്കുന്നത്, അവരുടെ ഹൃദയം കിടുകിടാ വിറക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും. അല്ലാഹുവേ, ഞാൻ നൽകിയ സ്വതക്ക നീ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, ഞാൻ ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, നീ അത് സ്വീകരിച്ചിട്ടുണ്ടോ? റബ്ബേ, എന്റെ നീയത്ത് നല്ല നീയത്തായിരുന്നോ, അല്ല എന്റെ നീയത്തിൽ അപാകത വന്നു പോയിട്ടുണ്ടോ? ഈ ഒരു രീതിയിൽ സ്വതക്ക നൽകിയാലും അല്ലാഹു സ്വീകരിച്ചോ എന്ന് പേടിച്ച് വിറക്കുന്നവരാണ് മുത്തഖീങ്ങൾ. അവര് റമദാൻ കഴിഞ്ഞാൽ 6 മാസം റമദാൻ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്ത മഹാന്മാരാണ്. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം അവര് ദുആ ചെയ്തത്, അല്ലാഹുവേ, എന്റെ റമദാൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഏത് നന്മ ചെയ്താലും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞാൻ നൽകിയത്, ഞാൻ പ്രവർത്തിച്ചത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വെറുതെയാവൂലേ? പറഞ്ഞു വരുന്നത്, നന്നായി സ്വതക ചെയ്യുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, എന്നിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണെങ്കിൽ, പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ച് പരിശുദ്ധമായ ദീനിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, അവർക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഞാൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ചെലവഴിക്കുന്ന ആളുകൾ, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള മോണിറ്റർ പോയി തോന്നുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള മോണിറ്റർ പറഞ്ഞു നോക്കിയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന്. മദീനയിലേക്ക് പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അഫ്ശുസ് സലാം, നിങ്ങൾ പരസ്പരം സലാം പറയണം. വഅത്ഇമുത് തുആം, നിങ്ങൾ നന്നായി ഭക്ഷണം ദാനം ചെയ്യണം, ആളുകൾക്ക് ഭക്ഷണം നൽകണം, ആളുകളെ സൽക്കരിക്കണം. ഇടയ്ക്കിടെ നിങ്ങൾ ഭക്ഷണം നൽകണം, സൽക്കരിക്കണം. ഇത് ദീനിന്റെ ഭാഗമാണ്.
വീട്ടിലേക്ക് ആളെ ക്ഷണിച്ച് അവർക്ക് സൽക്കാരം നൽകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത്. പരിശുദ്ധമായ റമദാനിന്റെ 30 ദിവസങ്ങളിൽ നമ്മുടെ വായാടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ തന്നെ ഭക്ഷണം നിരന്തരമായി CH സെന്ററിലേക്കും മറ്റുള്ള മേഖലകളിലേക്കും ഭക്ഷണം എത്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഇത് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യണം, ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, നന്നായി കുടുംബബന്ധം ചേർക്കണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നമ്മൾ സമയം കണ്ടെത്തണം. ഇന്നത്തെ വഅദ് ഉപകരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ചെറിയൊരു ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു തരട്ടെ. ചെറിയൊരു ഷെഡ്യൂൾ. ഇത് ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ എന്ത് ചെയ്യണം, തുടരണം ഇൻഷാ അല്ലാഹ്. സംഘാടകരെ ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വേഗം കൊടുത്തോളേ. ബക്കറ്റ് നമ്മുടെ ഈ പിരിവിന്റെ നമ്മുടെ പരിപാടിയുടെ ആവശ്യത്തിന്, ബൈത്തുർ റഹ്മയുടെ ആവശ്യത്തിനൊന്നുമല്ലേ, അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടിയുടെ ചെലവിന് ആവശ്യം കുറിച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും. നമ്മൾക്കറിയാം ഇതിനൊക്കെ ചെലവുണ്ട്. അപ്പോൾ നല്ലൊരു മാന്യമായ രീതിയിൽ എന്ന് പറഞ്ഞ ഒരു 100ഒക്കെയാണ് ഒരു മാന്യത എന്ന് പറയാം. 100, 500, 2000, 1000, 50 ഇങ്ങനെ വളരെ ചുരുക്കണ്ട നല്ലൊരു നോട്ട് എടുത്തിട്ട് നമ്മുടെ സംഘാടകരെല്ലാവരും സഹായിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒരു ഷെഡ്യൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ദിവസത്തെ ചെറിയൊരു ഷെഡ്യൂളാണ്. അപ്പോ പ്രത്യേകിച്ച് എന്റെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, നല്ല പച്ച തുണി കൊടുത്തിട്ട്. അപ്പോ ആ ചെറുപ്പക്കാരും നമ്മുടെ വളണ്ടിയർമാരും നമ്മുടെ നാട്ടുകാരും എല്ലാ ആളുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, അവിടെ വെച്ച് തുടങ്ങാൻ നമ്മുടെ ഒരു ദിവസം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, എന്നാൽ വളരെ സന്തോഷത്തോടെ വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്ങനെയാവണം ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം? എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം? എങ്ങനെയാണ് സമയങ്ങൾ ചെലവഴിക്കേണ്ടത്? അല്ലാഹുവിന്റെ കോടതിയിൽ മഹ്ശറ ലോകത്തെത്തിയാൽ ആദ്യമായി ചോദിക്കുന്നത് നമ്മുടെ സമയത്തെ കുറിച്ചാണല്ലോ. പ്രായപൂർത്തി എത്തിയത് മുതൽ മരണം വരെയുള്ള ഓരോ സെക്കൻഡുകളെ കുറിച്ചും അല്ലാഹു നാളെ നമ്മോട് ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തത് പ്രായപൂർത്തി എത്തിയത് മുതൽ 40 വയസ്സുവരെയുള്ള നമ്മുടെ യൗവനത്തെ കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്യുന്നുണ്ട്. സ്വർഗാവകാശികൾക്ക് ദുഃഖമില്ല, ടെൻഷനില്ല, പരിഭ്രമങ്ങളില്ല, പരിഭവങ്ങളില്ല. പക്ഷേ എന്നാലും സ്വർഗാവകാശികൾക്ക് ഒരു ടെൻഷനുണ്ട്. എന്ത്? ദുനിയാവിൽ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെ കുറിച്ചോർത്ത്, സെക്കൻഡുകളെ കുറിച്ചോർത്ത് നാളെ സ്വർഗാവകാശികൾ ദുഃഖിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഷ്ടപ്പെടുത്തിയ ഒരു സെക്കൻഡിന്റെ പേരിൽ വരെ ഖേദിക്കുമെന്ന്. ഒരു ഇസ്തിഗ്ഫാർ ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നെങ്കിൽ, ഒരു സ്വലാത്ത് ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നെങ്കിൽ, ഒരു ദിക്ർ ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നെങ്കിൽ, ഒരു റക്അത്ത് ഞാൻ കൂടുതൽ നിസ്കരിച്ചിരുന്നെങ്കിൽ എന്റെ ദറജ അല്ലാഹുവേ അല്പം വർദ്ധിക്കുമായിരുന്നില്ലേ? വെറുതെയായിരുന്നു എന്റെ സമയം നഷ്ടപ്പെടുത്തിയത്. ദുനിയാവിൽ നഷ്ടപ്പെടുത്തിയ സെക്കൻഡുകളെ കുറിച്ചോർത്ത് വരെ നാളെ സ്വർഗാവകാശികൾ ദുഃഖിക്കുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം തുടങ്ങേണ്ടത് പരിശുദ്ധമായ പള്ളിയിൽ നിന്ന്, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പരിശുദ്ധമായ സുബ്ഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഉണരണം എന്റെ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഉമ്മമാരെ. ഓരോ വീട്ടിലുള്ള ഉമ്മമാരാണ് ഈ വിഷയത്തിൽ മുൻകൈയെടുക്കേണ്ടത്. വീട്ടിലെ ഉമ്മമാരും വീട്ടിലെ ഉപ്പമാരും ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഉണരണം. അത് മുതലാണ് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങേണ്ടത്. നമ്മൾ എണീറ്റ് ബാത്റൂമിൽ പോയി വുളൂ ചെയ്താൽ നമ്മുടെ മക്കളെ നമ്മൾക്ക് വിളിച്ചുണർത്താം. എല്ലാവരും 10 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ഏകദേശം ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ ഉണരുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാവണം. തഹജ്ജുദ് മുഖത്തിന്റെ പ്രകാശമാണത്. നമ്മുടെ മുഖത്തിന് ഈമാനിന്റെ വെളിച്ചം ലഭിക്കുന്നത് തഹജ്ജുദ് നിസ്കാരത്തിലൂടെയാണ്.
തഹജ്ജുദ് നിസ്കരിക്കാൻ തൗഫീഖ് ലഭിക്കാത്തത് തെറ്റുകാർക്കാണ് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഉസ്താദേ, തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ നിസ്കരിക്കാൻ കഴിയുന്നില്ല. 2ഉം 3ഉം 4ഉം ഫോണുകൾ ഉപയോഗിച്ച് അലാം വെച്ചാലും ഉണരാൻ കഴിയുന്നില്ല ഉസ്താദേ, എന്താ കാരണം? അപ്പോഴാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹബസത്കൽ ദുനൂബ്, നീ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകളാണ് നിന്നെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നിനക്ക് ലഭിക്കാത്തത്. ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ, പ്രഭാതങ്ങളിൽ നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പോരായ്മകൾ, നമ്മുടെ വീഴ്ചകൾ കാരണം തഹജ്ജുദ് എന്ന ആ ഒരു സൗഭാഗ്യം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല. തഹജ്ജുദ് നിസ്കാരം അല്ലാഹുവിന്റെ പ്രകാശമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമുണ്ടാകും. ആ ഒരു പ്രകാശം തെറ്റുകാർക്ക് ലഭിക്കുകയേ ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾക്കൊരു മാറ്റം തുടങ്ങി. നമ്മുടെ വീടുകളിൽ സുബ്ഹി ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ ഉണരാം. നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് ആ സമയത്തിന്റെ പ്രത്യേകത? എന്താണ് ആ സമയത്തിന്റെ പ്രത്യേകത? യൻസിലു റബ്ബുനാ തബാറക വ തആല, എല്ലാ രാത്രികളിലും അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാ രാത്രികളിലും ലൈലത്തുൽ ഖദറിന് മാത്രമല്ല, വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, ബറാഅത്തിന്റെ രാത്രികളിൽ മാത്രമല്ല, എല്ലാ രാത്രികളിലും ദുആഇന് ഉത്തരമുള്ളൊരു സമയമുണ്ട്. എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണത്. യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അല്ലാഹു തആല ഭൂമിയിൽ കിടന്നുറങ്ങുന്ന ഉമ്മത്തിനെ വിളിക്കുകയാണ്, ഹൽ മിൻ സാഇലിൻ ഫഉതിയ, ആർക്കെങ്കിലും എന്നോട് വല്ലതും ചോദിക്കാനുണ്ടോ? ഞാൻ നിങ്ങൾക്ക് തരാം. ആർക്കെങ്കിലും എന്നോട് വല്ലതും ചോദിക്കാനുണ്ടോ? ഞാൻ നിങ്ങൾക്ക് തരാം. ചോദിക്കൂ. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് നമ്മൾക്ക് ചോദിക്കാം. നമ്മൾക്ക് എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹുവിനോട് നമ്മൾക്ക് ചോദിക്കാം. ആ ഒരു സമയത്ത് ഇലാഹായ റബ്ബിനോട്, സർവശക്തനായ അല്ലാഹുവിനോട് എന്താണോ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ ആ സമയത്ത് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. എല്ലാ രാത്രികളിലും ഈ ഒരു സൗഭാഗ്യമുണ്ട്. ഹൽ മിൻ ദാഇൻ, ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ദുആ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഫഅസ്തജീബ ലഹ്, അവർക്ക് ഞാൻ ഉത്തരം നൽകാം. നിങ്ങൾ ദുആ ചെയ്താൽ മതി, നിങ്ങൾ കൈ ഉയർത്തിയാൽ മതി, ഞാൻ ഉത്തരം നൽകാം. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്, പരിശുദ്ധ ഹബീബിന്റെ വാഗ്ദാനമാണിത്. ഹൽ മിൻ ദാഇൻ, ഈ പരിശുദ്ധമായ സുബ്ഹി ബാങ്കിന്റെ അല്പം മുമ്പ് 1 മണിക്കൂർ 2 മണിക്കൂർ കാലയളവിലാണ് അല്ലാഹു എല്ലാ രാത്രികളിലും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭൂമി ലോകത്തുള്ള ആളുകളോട് പറയുന്നത്, ഹൽ മിൻ ദാഇൻ, ആർക്കെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. മൂന്നാമതായി അല്ലാഹു പറയുന്നത്, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, രാവിലെ പ്രഭാതങ്ങളിൽ അറിയാതെ നിയന്ത്രിതമായി അനിയന്ത്രിതമായി നിങ്ങളുടെ ഭാഗത്ത് വല്ല തെറ്റുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് പാപമോചനം തേടാൻ നിങ്ങൾ തയ്യാറാണോ? രാവിലെ വന്ന തെറ്റുകൾ എന്നോട് തുറന്ന് പറഞ്ഞ് ഞാൻ എന്റെ കൈകൾ നീട്ടിയിരിക്കുകയാണ്. രാവിലെ ചെയ്ത തെറ്റുകൾ എന്നോട് തുറന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു സന്മനസ് കാണിച്ച് എന്നോട് നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ തയ്യാറായി ഒന്നാം ആകാശത്തിരിക്കുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ രാത്രികളിലും ദുആ ചെയ്യാനുള്ള അവസരമുണ്ട്. ജോലിയില്ലാത്ത ആളുകൾക്ക് അല്ലാഹുവിനോട് ജോലി തേടാം. ജോലിയില്ലാത്ത ആളുകൾക്ക് അല്ലാഹുവിനോട് ജോലി ചോദിക്കാം. വിവാഹപ്രായമെത്തിയവർക്ക് കുഫുവത്ത ഇണകൾ അല്ലാഹുവിനോട് ചോദിക്കാം. ഒരുപാട് ചെറുപ്പക്കാർക്ക് കല്യാണ പ്രായമെത്തിയിട്ടുണ്ട് എന്നറിയാം. അല്ലാഹു സ്വാലിഹീങ്ങളായ ഇണകൾ നൽകട്ടെ. നമ്മുടെ നാട്ടിൽ കല്യാണ പ്രായമെത്തിയ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്.
കല്യാണം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ്. പക്ഷേ ഏറ്റവും നല്ല പെണ്ണ് കിട്ടിയാലേ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാവുള്ളൂ. ഏറ്റവും നല്ല ഭർത്താവ് കിട്ടിയാലേ ജീവിതത്തിൽ നമ്മൾക്ക് സ്വസ്ഥതയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തിനുടനാണ് ഭാവിയിലേക്ക് ഇന്ന് തന്നെ നമ്മൾ ഒരുങ്ങാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എനിക്ക് കൺകുളിർമയുള്ള ഭർത്താവിനെ തരണേ അല്ലാഹ്. സുന്ദരനായ ഭർത്താവ് എന്നല്ല, കൺകുളിർമയുള്ള ഭർത്താവ്. അല്ലാഹുവേ, കൺകുളിർമയുള്ള ഭാര്യയെ എനിക്ക് നീ താ അല്ലാഹ്. കൺകുളിർമയുള്ള ഭർത്താവിനെ ലഭിച്ചാൽ മരണം വരെ സ്വർഗമാണ് നമ്മുടെ വീട്. കൺകുളിർമയുള്ള ഭാര്യയെ ലഭിച്ചാൽ മരണം വരെ സ്വർഗമാണ് നമ്മുടെ വീട്. നല്ല സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയി ഇങ്ങനെ ഒരു ദീനിയായ അച്ചടക്കമുള്ളതിനെ തെരഞ്ഞെടുക്കാതെ സൗന്ദര്യത്തിന്റെയോ സമ്പത്തിന്റെയോ സ്ഥാനമാനങ്ങളുടെയോ പിന്നാലെ പോയാൽ സൗന്ദര്യം ഉണ്ടാവാം, പക്ഷേ സമാധാനം ഉണ്ടാവൂല. സമ്പത്തുണ്ടാവാം, പക്ഷേ സമാധാനം ഉണ്ടാവൂല. സ്ഥാനമാനങ്ങൾ ഉണ്ടാവാം, പക്ഷേ സമാധാനം ഉണ്ടാവൂല. അതുകൊണ്ട് സർവശക്തനായ ഏകനായ സർവലോക പരിപാലകനായ അല്ലാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞവർക്കും ദുആ ചെയ്യാം. അല്ലാഹുവേ, എന്റെ ഭാര്യയെ നീ കൺകുളിർമയുള്ളവളാക്കി താ അല്ലാഹ്. പെണ്ണിന് ദുആ ചെയ്യാം. അല്ലാഹുവേ, എന്റെ ഭർത്താവിനെ സഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കൺകുളിർമയുള്ള ഭർത്താവാക്കി താ അല്ലാഹ്. ഇനി നിങ്ങൾക്ക് വീടില്ലെങ്കിൽ വീടിന് വേണ്ടി ദുആ ചെയ്യാം. ആരോഗ്യമില്ല, രോഗമാണെങ്കിൽ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാം. ആ സമയത്ത് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ ഇരു കൈകളും ഉയർത്തി സർവശക്തനായ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അപ്പോഴേക്കും സുബ്ഹി നിസ്കാരത്തിന്റെ സമയമായി. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാണം കേൾക്കാനായി. അപ്പോഴേക്കും നമ്മുടെ ദുആ നിർത്തി ബാങ്കിന്റെ ഇജാബത്ത് നൽകി. സുബ്ഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പുരുഷന്മാർ വീട്ടിൽ വെച്ച് നിസ്കരിച്ച് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന് കിടന്നുറങ്ങലില്ല. ആ ദിവസത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. ആ ദിവസത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയി മുഅ്മിനീങ്ങളെ. കാരണം അല്ലാഹു തആല ഏറ്റവും ബറക്കത്ത് നൽകിയ സമയമാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ. അല്ലാഹു ഒരുപാട് ബറക്കത്ത് ചെയ്ത സമയമാണത്. കിടന്നുറങ്ങരുത്, ആ സമയം നഷ്ടപ്പെടുത്തരുത്. പക്ഷേ ചില കാരണങ്ങളുള്ളവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാതെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ഒരുപക്ഷെ 3 മണിക്കാകാം വീട്ടിലേക്ക് വരുന്നത്. ഒരുപക്ഷെ 4 മണിക്ക് 2 മണിക്ക് അവർ 10 മണിയാകുമ്പോൾ വീണ്ടും ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നേക്കാം. അവർക്ക് സുബഹിക്ക് ശേഷം ഉറങ്ങുന്നതിൽ കുഴപ്പമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളെയും അല്ലാഹു ബുദ്ധിമുട്ടിക്കൂല. ശരീരത്തിന് കഴിയുന്നതേ അല്ലാഹു കൽപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഒരു ജോലിയുമില്ലാതെ 9 മണിക്ക് കിടന്നുറങ്ങാൻ അവസരമുണ്ടായി. 9 മണി മുതൽ 10-12 മണി വരെ ഉറങ്ങാതെ സറ പറഞ്ഞ് ടിവി കണ്ട് കുത്തിയിരുന്ന ആളുകൾ ഉറങ്ങുന്നത് തന്നെ 1 മണിക്കാണ്. ഇവർക്ക് എന്ത് എക്സ്ക്യൂസ് ആണ് അല്ലാഹുവിനോട് പറയാനുള്ളത്? എന്ത് ഇളവുകളാണ് അല്ലാഹുവിനോട് പറയാനുള്ളത്? എന്ത് സമാധാനമാണ് അല്ലാഹുവിനോട് പറയാനുള്ളത്? അങ്ങനെ സുബ്ഹി നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ നിർവഹിച്ചാൽ പിന്നെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത്. നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റമാണ് ഞാൻ പറയുന്നത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് വീട്ടിലേക്ക് വരുന്നതിന് പകരം പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നമ്മൾക്ക് പാരായണം ചെയ്യാം. ഒരു അരമണിക്കൂർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ ഒരു ജുസ് നമ്മൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂലേ? അത് കഴിഞ്ഞാൽ ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലാമല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം 100 ഇസ്തിഗ്ഫാർ ചൊല്ലാം. അത് കഴിഞ്ഞാൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാം. ഏത് സ്വലാത്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഏത് സ്വലാത്താണോ നിങ്ങൾക്കറിയുന്നത്, അപ്പോഴേക്കും സൂര്യൻ ഉദിക്കാനുള്ള സമയം ആവുകയാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് ഇശ്റാഖിന്റെ സുന്നത്ത് നിസ്കരിച്ചാൽ അവൻ അല്ലാഹു നൽകുന്നത് പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാതെ അല്ലാഹുവിന്റെ ദിക്റിൽ മുഴുകിയ ആളുകൾ, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും സ്വലാത്തിലും മുഴുകിയ ആളുകൾ, സൂര്യൻ
സൂര്യൻ ഉദിച്ച ഉടനെ 2 റക്അത്ത് ഇശ്റാഖിന്റെ സുന്നത്ത് നിസ്കരിച്ചാൽ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. ഹജ്ജിന് പോകേണ്ട അല്ലെങ്കിൽ മക്കത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പാസ്പോർട്ടിന്റെയോ വിസയുടെയോ സാമ്പത്തികമായി 5 പൈസ പോലും ചെലവഴിക്കാതെ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യാതെ സഅയ് ചെയ്യാതെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം ദിവസവും സമ്പാദിക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് നൽകുകയാണ്. നഷ്ടപ്പെടുത്തരുത് എന്റെ ചെറുപ്പക്കാരന്റെ സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ വെച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങരുത്. നേരെ കിച്ചണിലേക്ക് പോകുന്നതിന് പകരം നമ്മൾക്ക് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാം. നമ്മൾക്ക് ഇസ്തിഗ്ഫാർ ചെല്ലാം, സ്വലാത്ത് ചെല്ലാം സൂര്യൻ ഉദിക്കുന്നത് വരെ. സൂര്യൻ ഉദിച്ചാൽ 2 റക്അത്ത് ഇശ്റാഖ് നിസ്കരിച്ച് പിന്നെയാവാം കിച്ചണിലേക്ക് പോകുന്നത്, പിന്നെയാവാം ഉറങ്ങാൻ പോകുന്നത്. ആ ബറക്കത്തായ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടാറില്ല. എന്റെ ആ സുബഹിക്ക് ശേഷമുള്ള ഉറക്കാണ് കാരണം. ആ സമയത്ത് ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും ഒരുപാട് സമയം കിട്ടാറുണ്ട്. എത്ര വലിയ വെറുതാണെങ്കിലും ആ ഒരു സമയത്ത് ചൊല്ലിത്തീർക്കാൻ നമ്മൾക്ക് സാധിക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണത്താൽ ആ സമയത്ത് നമ്മൾക്ക് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മഗ്രിബ് വരെ ഓതാനോ അതിന് പകരം വെക്കാനോ സമയം കിട്ടാറില്ല. അത് സുബഹിക്ക് ശേഷമുള്ള സമയത്തിന്റെ ബർക്കത്താണെന്ന് ഓരോ ആളുകളും തിരിച്ചറിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെയോ പരിശുദ്ധമായ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. നമ്മൾക്ക് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ, കൂലിപ്പണിയാവട്ടെ, ഷോപ്പിലേക്കാവട്ടെ, കച്ചവടത്തിനാവട്ടെ, അടുക്കളയിലേക്ക് പോകുന്ന സ്ത്രീകളാവട്ടെ, സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് ദുഹാ നിസ്കരിച്ച് സലാം വിട്ടാം. വീണ്ടും 2 റക്അത്ത് ദുഹാ നിസ്കരിച്ച് സലാം വിട്ടാം. അല്ലാഹുവിന്റെ ഹബീബ് ദുഹാ നിസ്കരിച്ചിരുന്നത് 4 റക്അത്ത് ആയിരുന്നു. 8 റക്അത്ത് വരെ നിസ്കരിക്കാമെങ്കിലും 4 റക്അത്ത് അല്ലാഹുവിന്റെ ഹബീബ് നിത്യമായി നിസ്കരിച്ചിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മൾ വുളൂ ചെയ്ത് 4 റക്അത്ത് ദുഹാ നിസ്കരിച്ച് നമ്മൾക്ക് സ്കൂളിലേക്ക് പോവാം, ജോലിക്ക് പോവാം, നമ്മുടെ പാടങ്ങളിലേക്ക് പോവാം, വയലുകളിലേക്ക് പോവാം. നമ്മൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ 4 റക്അത്ത് ദുഹാ നിസ്കരിച്ചിട്ട് നമ്മൾക്ക് പോവാം. എന്നാൽ നമ്മുടെ ഓരോ സന്ധികൾക്ക് പകരം അല്ലാഹു നമ്മൾക്ക് നൽകിയ നിഅമത്തുകൾക്ക് പകരം സദഖ ചെയ്തതിന്റെ പ്രതിഫലമാണ് അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. പിന്നെ ളുഹറിന്റെ സമയമായാൽ ഉടനെ ളുഹറിന് മുമ്പ് 4, ളുഹറിന്റെ ശേഷം 4 ജമാഅത്തായി നിസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. പിന്നെ അസ്റിന്റെ മുമ്പ് 4 അസ്ർ നിസ്കാരം ജമാഅത്തായി പങ്കെടുത്ത് വൈകുന്നേരങ്ങളിൽ കളിക്കേണ്ടവർക്ക് കളിക്കാമല്ലോ. ചെറുപ്പക്കാരാ, വൈകുന്നേരങ്ങളിൽ കളിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പാടങ്ങളിൽ പോയി പിക്കാക്സോ കൈകോട്ടോ പിടിക്കാത്ത ആളുകൾ, പാടങ്ങളിൽ പോയി ജോലി ചെയ്യാത്ത ആളുകൾ, വിയർപ്പ് ശരീരത്തിൽ നിന്ന് വിയർപ്പൊലിക്കാത്ത ആളുകൾ, അവർക്കാണ് വൈകുന്നേരങ്ങളിൽ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി കളിക്കുന്നതിൽ പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും എതിർപ്പില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ബലഹീനനായ, ശക്തിയില്ലാത്ത, ആരോഗ്യമില്ലാത്ത സത്യവിശ്വാസിയേക്കാൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് നല്ല ആരോഗ്യമുള്ള, നല്ല ബോഡി ഫിറ്റ്നസ് ഉള്ള മുഅ്മിനെയാണ്. അവനാണ് ഖൈർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ശരീരം അനങ്ങാതെ ചിക്കനും മറ്റുള്ള വിഭവങ്ങളും കഴിച്ച് ശരീരത്തിലേക്ക് കൊളസ്ട്രോൾ കയറി, ഫാറ്റ് കൂടി, ദുർമേധസ് കൂടി, ഷുഗർ കൂടി, പിന്നെ 40 വയസ്സായാൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, മുട്ടുമടക്കാൻ കഴിയുന്നില്ല, ഇരുന്നാൽ എണീക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുകയാണല്ലോ. നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുകയാണ്. ചെറുപ്പത്തിൽ അധ്വാനിക്കാത്തത് നമ്മുടെ വാർദ്ധക്യത്തെ ബാധിക്കുകയും ആ സമയത്ത് ഇബാദത്ത് എടുക്കാൻ നമ്മൾക്ക് സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാർദ്ധക്യകാലത്ത് ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നത് പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. ഒരു
മഗ്രിബ് വരെ. പക്ഷേ ഹാഫ് ട്രൗസർ ഇട്ടുകൊണ്ട് നമ്മുടെ ഔറത്ത് മറക്കാതെ ഒട്ടിന് മുകളിലുള്ള ട്രൗസർ ധരിച്ച് കളിക്കുന്നത് ഹറാമാണ്. ഔറത്ത് ഒഴിവാക്കരുത്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം. ചില ആളുകൾക്ക് ഇത് ദഹിച്ചില്ല എന്ന് വരാ. എന്റെ ഒരു ട്രൗസർ ഇട്ട് കളിച്ചാൽ എന്ത് പ്രശ്നമെന്ന് ചോദിച്ചേക്കാം. പക്ഷേ ഇത് ദീനിന്റെ നിയമമാണ്. ഇത് ദീനിന്റെ നിയമമാണ്. തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. ഹിജാബ് ആണെങ്കിലും വസ്ത്രമാണെങ്കിലും പർദ്ദയാണെങ്കിലും പൊതു റോഡുകളിലുള്ള നൃത്തങ്ങളാണെങ്കിലും ദീനിന്റെ നിയമമാണ് ഇവിടെ പറയുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ അംഗീകരിക്കേണ്ടതില്ല. ഒരാളെയും നിർബന്ധിച്ച് പർദ്ദ ധരിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. ഒരാളും നിർബന്ധിച്ച് ഹിജാബ് ധരിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇങ്ങനെയാണ്. ഇത് സമൂഹത്തിന് ജനങ്ങൾ ആലിമീങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ലക്കും ദീനുക്കും വലിയ ദീൻ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായി. ഇസ്ലാമിനെതിരെ കുതിര കയറാൻ വരണ്ട, ഇസ്ലാമിനെതിരെ തെറി വിളിക്കാൻ വരണ്ട. ഇസ്ലാമിന്റെ നിയമം ഇതാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാം ഒരാളെയും ബലാത്കാരമായി നിർബന്ധമായി നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെയാണ്. നിങ്ങൾ ആഖിറത്തെ കുറിച്ച് ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ, നാളെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അൽ കൈസു, ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് തന്റെ കുതന്ത്രങ്ങൾ കൊണ്ട്, തന്റെ ബുദ്ധി വൈഭവം കൊണ്ട് ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി വലിയ കോടീശ്വരനായി മാറിയവനല്ല ബുദ്ധിമാൻ. പ്ലസ് ടുവിനും SSLCക്കും ഡിഗ്രിക്കും PGക്കും ഒക്കെ ഉന്നതമായ മാർക്ക് വാങ്ങിച്ചവനല്ല ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഈ ശരീരം മരിക്കാനുള്ള ശരീരമാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ എന്റെ ആരോഗ്യം നശിക്കാനുള്ളതാണ്. എങ്ങനെയാണോ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ജീവിച്ചത്, നടക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ എന്റെ കാഷ്ടവും എന്റെ വിസർജ്യങ്ങളും ഉമ്മ എടുത്തതുപോലെ ഞാൻ വയസ്സായാൽ എന്റെ വിസർജ്യങ്ങൾ എടുക്കുന്നത് എന്റെ മക്കളാണ്. എന്റെ മുഖം ചുളിയാൻ പോകുന്നുണ്ട്. എത്ര പൊതുനിരത്തിലിറങ്ങി പൊതു റോഡിലിറങ്ങി നൃത്തം വെച്ചാലും പൊന്നുമോളെ, ഒരു 2, 3, 4 വർഷം കഴിഞ്ഞാൽ നിന്റെ മുഖം ചുളിയാൻ പോവുകയാണ്. നിന്നെ കണ്ടാൽ ആളുകൾ മൈൻഡ് ചെയ്യാത്തൊരു കാലം നിനക്ക് വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് വിരൽ കടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? പരസ്യമായി ദീനിനെ വെല്ലുവിളിച്ച്, പരസ്യമായി അല്ലാഹുവിനെ വെല്ലുവിളിച്ച്, വളരെ ബോധപൂർവം തോന്നിവാസങ്ങൾ ചെയ്തിട്ട് നിനക്കൊരിക്കലും ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു കാലം, നിന്റെ കൂടെ ആളുകൾ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാത്തൊരു കാലം വന്നാൽ അപ്പോഴായിരിക്കും നീ ഖേദിക്കുന്നത്. ഏതായാലും ബുദ്ധിമാന്റെ ലക്ഷണം എന്ന് പറയുന്നത് അൽ കയ്യിസു, ബുദ്ധിമാൻ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് എനിക്ക് ആഖിറത്തിലല്ലേ രക്ഷപ്പെടേണ്ടത്, ഇവിടെയല്ലല്ലോ. ഇവിടെ അല്പം ശരീരം മറച്ചു നടന്നാൽ എന്താ, ഇവിടെ കണ്ണ് നിയന്ത്രിച്ചാൽ എന്താ, ചെവി നിയന്ത്രിച്ചാൽ എന്താ, ഇവിടെ ഹറാമ് ചെയ്യാതെ ജീവിച്ചാൽ എന്താ, എനിക്ക് ആഖിറത്തിലല്ലേ രക്ഷപ്പെടേണ്ടത്. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമല്ലോ എന്ന ചിന്തയോടെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. ബുദ്ധി എന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യലാഭം നോക്കുന്നവനാണ്. 4-5 ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോ ചില തോന്നിവാസികളായ ചാനലിന്റെ ആളുകൾ, ചാനലിന്റെ അവതാരകർ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് പരസ്യമായി തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നത് ബുദ്ധിയല്ല, അത് വിഡ്ഢിത്തരത്തിന്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയണേ. സ്വന്തം ശരീരത്തെ, സ്വന്തം ശരീരം എന്താണോ പറയുന്നത് അതേപോലെ ശരീരത്തെ ഇങ്ങനെ അഴിച്ചുവിടുന്നവർ ശരീരം പറയുന്നത് കേൾക്കുക. എന്നിട്ട് പറയാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഞാൻ എത്തുമെന്ന്. ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലെ സ്വർഗമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളില്ലേ? തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളില്ലേ? സ്വന്തം ശരീരം പറയുന്നത് പോലെ ജീവിച്ച് തോന്നിവാസങ്ങൾ എല്ലാം ചെയ്തു കൂട്ടി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നവർ ബുദ്ധികളുടെ ലോകത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഒരു ദിവസത്തെ ഷെഡ്യൂളാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസറിന്റെ സമയമായാൽ കളിക്കുന്ന ആളുകൾ ട്രൗസർ നമ്മുടെ മുട്ടിന്റെ താഴേക്ക് ധരിക്കാൻ ശ്രമിക്കണം. മഗ്രിബ് ബാങ്കിന്റെ മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് കളി തുടങ്ങുന്ന സംസ്കാരം ചില നാടുകളിൽ കാണാറുണ്ട്.
സ്കൂള് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്ന് 5 മണിക്കും 4:30 തുടങ്ങാൻ പറ്റുന്ന കളികൾ നീട്ടി 6 മണിക്കാണ് ബാങ്കെങ്കിൽ 5:45 തുടങ്ങുന്ന നാടുകളുണ്ട്. ഇവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? മുസ്ലിം ചെറുപ്പക്കാരെ, മഗ്‌രിബിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ എങ്ങനെയാണ് പന്ത് തട്ടാൻ നമ്മൾക്ക് കഴിയുന്നത്? ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വാ മോനെ, നിസ്കാരത്തിലേക്ക് വാ മോനെ എന്ന് പറയുമ്പോ എങ്ങനെയാണ് നമ്മൾക്ക് അത് ചെവി കേൾക്കാതെ ചെവി കൊള്ളാതെ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് പന്ത് തട്ടാൻ കഴിയുന്നത്? കളിക്കല്ല, അതിന് ഇസ്ലാം എതിരില്ലല്ലോ, കളിക്ക് ഇസ്ലാം എതിരില്ലല്ലോ. പക്ഷെ ബാങ്കിന്റെ വെളിയാടങ്ങൾക്ക് മുമ്പ് ഒന്ന് ഫ്രഷായി മഗ്‌രിബിന് പള്ളിയിലെത്താൻ സമയം കണ്ടെത്തണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് ഓടല്ല ക്ലബിലേക്ക്. ഉമ്മമാരെ, സീരിയൽ തുറക്കാൻ പോവല്ല, സിനിമ തുറക്കാൻ പോവല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിലുള്ള ടിവി ഉണ്ട്, നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷനുകൾ ആരാണോ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവരാണ് ആ ടിവിയിലൂടെ കാണുന്ന മുഴുവൻ തിന്മകളുടെയും ഉത്തരവാദി. മക്കളിരുന്നിട്ട് സിനിമ കാണുകയാണ്, ആ ഹറാമ് ഉപ്പയുടെ ആരാണോ കൊണ്ടുവന്നത് അവരുടെ ഏടിൽ അല്ലാഹു എഴുതി വെക്കുകയാണ്. ഭാര്യ ഇരുന്നിട്ട് സിനിമ കാണുകയാണ്, ആരാണോ ആ ടിവി വാങ്ങിച്ചത് ആ വാങ്ങിച്ചവന്റെ ഏടിൽ അല്ലാഹു എഴുതി വെക്കുകയാണ്. അങ്ങനെ ഒരു വീട്ടിൽ 5 മക്കളും ഒരു ഭാര്യയുമാണുള്ളതെങ്കിൽ ആ ഓരോ ആളുകളും ഹറാമ് കാണുന്ന സമയത്ത് ആരാണോ ഇത് കൊണ്ടുവന്നത് അവരുടെ ഏടിലേക്കും ഈ ഹറാമുകൾ അല്ലാഹു എഴുതിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ശ്രദ്ധിക്കണേ, ഇത് ആരാണോ കൊണ്ടുവന്നത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയണം, ഹറാമ് കാണാതെ നിയന്ത്രിക്കാൻ കഴിയണം. അല്ലെങ്കിൽ കേബിളിന്റെ കണക്ഷൻ ഒഴിവാക്കിയേക്ക്. നല്ല നല്ല നന്മകൾ കേൾക്കാം. ആ ഒരു ടിവിയിലൂടെ പരിശുദ്ധമായ ഖുർആനാണ് കേൾക്കുന്നതെങ്കിൽ, ഖുർആനിന്റെ തഫ്സീറാണ് കേൾക്കുന്നതെങ്കിൽ, വഅദാണ് കേൾക്കുന്നതെങ്കിൽ, ഇൽമുമായി ബന്ധപ്പെട്ട പഠനാർഹമായ വിഷയങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ ആരാണോ കൊണ്ടുവന്നത് അവരുടെ നന്മയുടെ ഏടുകളിൽ അല്ലാഹു നന്മകൾ എഴുതി വെക്കുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഇസ്ലാമിൽ ഒരാൾ നന്മയ്ക്ക് തുടക്കം കുറിച്ചാൽ ശേഷം വരുന്ന ആളുകൾ ആ നന്മ ചെയ്യുമ്പോ ആ തുടക്കം കുറിച്ചവൻ അതിന്റെ ഓഹരിയുണ്ട്. ആരാണോ തിന്മയ്ക്ക് തുടക്കം കുറിച്ചത്, ആരൊക്കെയാണോ ആ തെറ്റ് ചെയ്യുന്നത് ആ ചെയ്യുന്നവരുടെ തെറ്റ് തിന്മയ്ക്ക് തുടക്കം കുറിച്ചവനുമുണ്ട്. അതുകൊണ്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ മുസല്ല ബന്ദ് ചെയ്ത് മുസല്ല നേരെ നമ്മൾ അടച്ച് നേരെ ടിവിയുടെ മുമ്പിലേക്ക് പോവല്ല. ചെറുപ്പക്കാരാ, ക്ലബിലേക്ക് പോവല്ല, ബസ് സ്റ്റാൻഡിലേക്ക് പോവല്ല. അവിടെ ഇരിക്ക്, പള്ളി ഇരിക്ക്. അല്പസമയം, കുറെ സമയമൊന്നും ഇരിക്കണ്ട. പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് നമ്മൾക്ക് പാരായണം ചെയ്യാലോ. തബാറകല്ലദീ ബിയദിഹിൽ الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. നാളെ നമ്മൾ പാരത്രിക ലോകത്തേക്ക് പോകുമ്പോ ആദ്യത്തെ ചോദ്യം നടക്കുന്നത്, ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് ഖബറിലാണ്. മഹാനായ ഉസ്മാൻ തങ്ങൾ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാറില്ല, സിറാത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാറില്ല, മഹ്ശറയെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാറില്ല. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തെ ദൈർഘ്യം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. മഹ്ശറയിൽ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് കാലിൽ ചെരുപ്പില്ലാതെ ഉപ്പായമില്ലാതെ വിവസ്ത്രരായിട്ട് നിര്യാണി വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്. ഊര വരെ, ഷോൾഡർ വരെ, ചെവി വരെ, മൂക്കറ്റം വരെ വിയർപ്പിൽ കുളിച്ച ആളുകളുണ്ട്. കോടാനക്കോടി ആളുകളെ ചെമ്പിന്റെ ഭൂമിയിൽ എത്ര വർഷമാണ്? 50,000 വർഷമാണ് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു മഹ്ശറയുടെ കഥ പറയുമ്പോൾ ഉസ്മാൻ തങ്ങൾ കരഞ്ഞിട്ടില്ല. ഉസ്മാൻ തങ്ങൾ കരഞ്ഞത് ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ്. എന്റെ ഉസ്മാൻ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഫഇന്നഹു അവ്വലു മനാസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മരിച്ചാൽ ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് അവിടെയാണ്. മരിച്ചിട്ട് ഫസ്റ്റ് കൂടെ അവിടെയാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ടല്ലേ പോവാ, ആദ്യം ഖബറിലാണ്. അവിടുത്തെ ചോദ്യവും അവിടുത്തെ അദാബും സന്തോഷവും എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ
എന്റെ ആദ്യത്തെ വീട് ആ ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ലല്ലോ. ആ ഖബറിൽ ഞാൻ വിജയിച്ചാൽ എനിക്ക് സിറാത്തിനെയോ എനിക്ക് നാളെ നരകത്തെയോ പേടിക്കാനില്ല. ഖബർ വിജയിച്ചാൽ പിന്നെ എല്ലാം വിജയമാണ്. ഖബറിലെങ്ങാനും ഞാൻ പരാജയപ്പെട്ടു പോയാൽ എന്റെ മഹ്ശറിയുടെ അവസ്ഥ എന്ത്? എനിക്ക് നരകമല്ലേ കിട്ടുക, പിന്നെ എല്ലാം പരാജയമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഖബറെന്ന് കേൾക്കുമ്പോൾ കരയുന്നത്. ആ ഖബറിന്റെ അസാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. നബി തങ്ങൾ പറയാണ്, ഹിയൽ മുൻജിയ ഹിയൽ മാനിയ. ഖബറിന്റെ അസാബിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ. 2.5 പേജാണുള്ളത്. 5 മിനിറ്റ് പോലും ആവശ്യമില്ല. ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഖബറിന്റെ അദാബ് ഉണ്ടാവില്ല. ഇത് പറഞ്ഞത് വമാ യാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയങ്ങളാണിത്. അല്ലാഹു പറഞ്ഞ വിഷയങ്ങളാണിത്. അതുകൊണ്ട് ഖബറിൽ രക്ഷപ്പെടാൻ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾക്ക് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് പോവാനാണോ? അല്ല. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 മിനിറ്റ് എന്തിനെ? സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. എന്താണ് സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകത? എന്താണ് സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകത? അല്ലാഹു ഒരുപക്ഷേ നമ്മൾക്ക് സാമ്പത്തികമായ ഭദ്രത നൽകിയിട്ടുണ്ടാവാം, അനുഗ്രഹം നൽകിയിട്ടുണ്ടാവാം. പക്ഷേ ഏത് സുപ്രഭാതത്തിലാണ് ഒന്നുമില്ലാതെ വെറും കൈയോടെ മടങ്ങേണ്ടി വരുന്നത് എന്ന് പറയാൻ പറ്റൂലല്ലോ. അല്ലാഹു സമ്പാദ്യങ്ങൾ നൽകി, വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ നൽകി, ബിസിനസ് സാമ്രാജ്യങ്ങൾ നൽകി. പക്ഷേ നമ്മൾ ഉറപ്പിക്കാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ, നമ്മുടെ മരണം വരെ അത് നിലനിൽക്കുമെന്ന്. എത്ര ആളുകളാണ് വലിയ വലിയ കോടീശ്വരന്മാർ, വലിയ വലിയ കോടീശ്വരന്മാർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ, വീടില്ലാതെ, തന്റെ ഫ്ലാറ്റ് വിറ്റിട്ട്, തന്റെ കടകൾ വിറ്റിട്ട്, തന്റെ വീട് വിറ്റിട്ട്, ആരാരും അറിയാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ കോടീശ്വരന്മാർ അറിയാം. വലിയ വലിയ മുതലാളിമാർ എത്രയോ ആളുകൾ അറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ ഉന്നതമായ ബിസിനസ് ഉണ്ടായിരുന്ന ആളുകൾ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ഒന്നും നൽകാതെ അള്ളാഹുയാണ് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒതുക്കുന്നുണ്ട്. മാളികാമുകളറിയാമെന്നെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. എത്ര വലിയ മണിമാളികയുടെ മുകളിൽ കയറിയാലും ഒരു സുപ്രഭാതത്തിൽ യാചിച്ച് നടക്കുന്ന ബെഗ്ഗറായി, യാചകനാക്കി മാറ്റാൻ അല്ലാഹുവിന് കഴിയുമെന്ന് നമ്മൾ വിചാരിക്കണം. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികാവസ്ഥ സുസ്ഥിരമല്ല. അത് എപ്പോഴും എറ്റേണലല്ല, അനന്തമല്ല. ഏത് സുപ്രഭാതത്തിലും നഷ്ടപ്പെട്ടേക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഖത്തറിന്റെ പ്രശ്നം വന്നപ്പോ, ഖത്തറിന്റെ പ്രതിസന്ധി വന്നപ്പോ, ഖത്തറിന്റെ ഉപരോധം വന്നപ്പോ എത്ര വലിയ വലിയ മുതലാളിമാരാണ് കോടിക്കണക്കിന് രൂപകൾ ബ്ലോക്കായി നിൽക്കുന്നത്. ബിസിനസ്സുകൾ പരസ്പരം കൈമാറാൻ കഴിയുന്നില്ല. UAE-യിൽ നിന്ന് ഖത്തറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്ന ബിസിനസ്സുകൾ ഒന്നുപോലും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാതെ, ട്രാൻസ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ കഴിയാതെ അവിടെ ബാക്കിയായി നിൽക്കുന്ന എത്ര കോടിക്കണക്കിന് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ ആളുകളുണ്ട്. വെറും കൈയോടെ അങ്ങനെയുള്ള ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ വന്നത് വെറും കൈയായിട്ടല്ലേ, ഇനി പോകുന്നതും വെറും കൈയായിട്ടല്ലേ, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോവാനില്ല. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇത് പടച്ചുറപ്പ് പിടിച്ചു വെച്ചാൽ മറ്റൊരു വഴിയിലൂടെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തരും. അള്ളാഹു അവർക്കത് നൽകുമാറാവട്ടെ. അള്ളാഹു അവർക്കത് നൽകുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, എത്ര വലിയ കോടീശ്വരന്മാരായാലും ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ, 5 പൈസ പോലും കയ്യിലില്ലാതെ യാചകരായി മാറിയേക്കാം. ഇന്നലെ രാവിലെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സ്ത്രീകളെ ഒരു ജ്വല്ലറിയുടെ മുമ്പിൽ കാണുകയുണ്ടായി. എത്രയോ ലക്ഷങ്ങളാണ് ജ്വല്ലറിക്ക് ഷെയർ നൽകിയത്. പാഠം പഠിക്കൂല നമ്മുടെ ഉമ്മമാര്. പറയാതിരിക്കാൻ വയ്യ ഉമ്മമാരെ, ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാർ അധ്വാനിച്ച് വിയർപ്പ് നീരാക്കി പറഞ്ഞേക്കുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് 5ഉം 10ഉം 15ഉം ലക്ഷങ്ങള്, 50 ലക്ഷങ്ങളൊക്കെ കണ്ട ജ്വല്ലറികളിലേക്ക് നൽകുകയാണ് ഷെയറിന് വേണ്ടിയിട്ട്. മാസത്തിൽ 10,000 തരാം, മാസത്തിൽ 15,000 തരാം, 20,000 തരാമെന്ന സുമോഹന വാഗ്ദാനങ്ങളുമായി. എന്നിട്ടോ 4-5 പ്രമുഖരായ ആളുകൾ കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിയിട്ട്, ഒന്നുമില്ലാത്ത ആളുകൾ കടം പോലും വാങ്ങിച്ചിട്ട് 10 ലക്ഷം നൽകിയവരുണ്ട്, 25 ലക്ഷം നൽകിയവരുണ്ട്.
എന്നിട്ടും പാഠം പഠിക്കാത്ത സമൂഹം ഇന്നലെ ഒരു ജ്വല്ലറി പൂട്ടിക്കിടക്കുകയാണ്. ഒരു നയാ പൈസയുടെ പൊന്നു പോലും അതിനില്ല. ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് രൂപകൾ നൽകിയിട്ടുണ്ട്, അവരൊക്കെ കൈമലർത്തുകയാണ്. ഇനി എന്ത് മുതലാളിക്ക് കൊടുക്കാൻ കയ്യിൽ തുകയില്ല. അങ്ങനെ ഒരുപാട് ജ്വല്ലറികൾ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിലേക്ക് ഷെയർ ഇടുന്ന ആളുകൾ എന്റെ വെറുതേക്ക് വരികയാണ്. അതിന്റെ കണക്ക് സഹിതം ഓരോ ആഴ്ചകളിൽ ഇത്ര, ഓരോ മാസങ്ങളിൽ ഇത്ര പലിശയാണെന്നറിഞ്ഞിട്ടും വെറുതേക്ക് കിട്ടുമ്പോൾ കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കാൻ തയ്യാറാകുന്ന ഉമ്മമാരെ സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്ത ആളുകളാക്കി മാറ്റുന്നത് അല്ലാഹുവാണ് എന്ന ബോധം നമ്മൾക്കുണ്ടാവണം. നമ്മുടെ ഭർത്താക്കന്മാർ അധ്വാനിച്ച തുകയെ എറിഞ്ഞു കളിക്കരുത്, എറിഞ്ഞു കളയരുത്. അതുകൊണ്ട് ദാരിദ്ര്യം നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു പരിഹാരമാണ് പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. ലൻ തുസിബുഹു ഫാഖ. ഇത് ഓതുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇനിയൊരു കോടീശ്വരനായ ഒരു സഹോദരൻ 2-3 ആഴ്ച മുമ്പ് കണ്ടപ്പോൾ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, ഞാൻ കുറച്ചു കാലമായി സൂറത്തുൽ വാഖിഅ ഓതാൻ തുടങ്ങിയിട്ട്. എന്നോട് ആരോ പറഞ്ഞതല്ലേതോ വാളിൽ കേട്ടതോ. ഞാൻ അതിനുശേഷം കേട്ടതിന് ശേഷം, വലിയ മുതലാളിയാണ്, ഇത് കേട്ടതിന് ശേഷം അഥവാ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. അയാൾ വലിയ കോടീശ്വരനാണ്. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ ആ നൽകിയ നിഅമത്ത് നിലനിൽക്കാൻ വേണ്ടി ഞാൻ എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതാറുണ്ട്. അല്ലാഹു സമ്പത്ത് നിലനിർത്തി കൊടുക്കട്ടെ. വലിയ 2 കോടിയോളം വിലമതിക്കാൻ പോകുന്ന ചെലവുള്ള പള്ളി അദ്ദേഹം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരാൻ